പ്രൈസ് ദ ലോർഡ്. യേശുവേ, ഇന്നത്തെ പ്രഭാതം തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ മനസ്സിനെ അറിയുന്ന യേശുവേ, അങ്ങ് ഈ ലോകത്തെ മുഴുവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. രോഗികളായ എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കോവിഡ് എന്ന രോഗമാരിയെ തുടച്ചു നീക്കി ഞങ്ങളുടെ ലോകത്തെ രക്ഷിക്കുക, ഞങ്ങളുടെ മക്കളെ രക്ഷിക്കുക. അവരുടെ ഉദ്യമങ്ങളെ നേതൃത്വം വഹിക്കുന്ന വഴികളിലേക്ക് എത്തിക്കുക. യേശുവേ, അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട്, അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട്, അങ്ങയുടെ മഹത്വം പ്രകീർത്തിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാതം അങ്ങേക്ക് ഞാൻ ആരാധന അർപ്പിക്കുന്നു. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു, എൻ്റെ പാപ ഭാരവുമാ വല്ലഭായേകു രക്ഷയേ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ അറിയുന്നവനെ, ഞങ്ങൾക്ക് ഓരോ ദിവസത്തെയും ഓരോ പ്രതീക്ഷകളെയും ഓരോ ഉദ്യമങ്ങളെയും ഞങ്ങൾ അറിയുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തമ്പുരാനെ, അങ്ങയുടെ അനുഗ്രഹം മൂലം ഞങ്ങൾക്കത് ലഭിക്കുന്നതിനുള്ള വരങ്ങൾ തന്ന് ഞങ്ങളുടെ മനസ്സിനെ ഒരുക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ ജീവൻ ബലി കഴിപ്പിച്ച് നിത്യതയിലേക്ക് ഉയർന്ന കർത്താവെ, അങ്ങേക്ക് മഹത്വം. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഞാൻ ലോകമെമ്പാടുമുള്ള ഗായക സംഘത്തിനെ അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. അങ്ങേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഗായക ശുശ്രൂഷ സംഘത്തെ, അങ്ങേക്ക് വേണ്ടി വേല ചെയ്യുന്ന സന്യാസി സമൂഹത്തെ, വൈദിക സമൂഹത്തെ, എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയെ മഹത്വപ്പെടുത്തുന്നതിനായി ഓരോ ദിവസവും ഓരോ നിമിഷമെന്നോണം അങ്ങയെ ആരാധിച്ച്, അങ്ങയെ സ്തുതിച്ച്, അങ്ങയോടുള്ള ഭക്തി പ്രകീർത്തിക്കുന്നതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രാർത്ഥനാ ഗ്രൂപ്പിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരെല്ലാം അങ്ങ് വേണ്ടുവോളം അനുഗ്രഹിക്കണമേ. കിടപ്പ് രോഗികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു.
ഒറ്റയ്ക്കായി ജീവിക്കുന്നവരെ സമർപ്പിക്കുന്നു. മാനസികമായി വിഷമിക്കുന്നവരെ ഓർത്ത് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് തുണയായിരിക്കണമേ കർത്താവേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശു ആരാധന. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ, സത്യദൈവ സൂനുവിനെ നിത്യവും വാഴ്ത്തിടാം. യേശുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഓരോ കുടുംബങ്ങളിൽ നിന്നും മരിച്ചു പോയിട്ടുള്ള ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങൾക്ക് കാണാൻ കഴിയാതെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും മരിച്ചു പോയിട്ടുള്ള എല്ലാ ആത്മാക്കളെയും, കുഞ്ഞുങ്ങളെയും, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്നു. അവരുടെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണം യേശുവേ. പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മക്കളെ രക്ഷിക്കണം യേശുവേ. കർത്താവെ, കാരുണ്യത്തോടുകൂടി ഓരോ കുഞ്ഞുങ്ങളെയും കാത്തുകൊള്ളണമേ. അവരുടെ ഊണിലും ഉറക്കത്തിലും പഠനത്തിലും താമസ സൗകര്യങ്ങളിലും അങ്ങയുടെ സന്നിഹിതം ഉണ്ടായിരിക്കണമേ യേശുവേ. അവർക്കുള്ള മാനസിക വിഷമങ്ങൾ നമ്മൾ അറിയാതെ തന്നെ അങ്ങ് അറിയുന്നുവല്ലോ യേശുവേ. അവർക്ക് തുണയായിരിക്കണമേ. കാരുണ്യവാനെ, ഞങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറത്താണ് അങ്ങയുടെ ഓരോ നിയോഗങ്ങളും ഓരോ അനുഗ്രഹങ്ങളും ഞങ്ങൾക്കായി അങ്ങ് തയ്യാറാക്കി വച്ചിരിക്കുന്നത്. ഓരോ മക്കളെയും അവരുടെ ലക്ഷ്യത്തിലെത്തുവാനുള്ള വഴികൾക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ പ്രാർത്ഥിച്ച് മുന്നേറി പഠിച്ച് രക്ഷ പ്രാപിക്കുവാൻ, അവരുടെ ലക്ഷ്യത്തിലെത്തുവാനുള്ള അനുഗ്രഹം എന്നും അങ്ങ് കൊടുക്കണമേ. അങ്ങയോട് പ്രാർത്ഥിച്ച് മക്കൾ അങ്ങയോടൊത്തായിരിക്കുവാൻ അവരുടെ മനസ്സിന് അനുഗ്രഹം കൊടുക്കണമേ. ഉന്നതി വെടിഞ്ഞവനേ, മണ്ണിൽ താണുവന്നവനേ, ഉന്നതി വെടിഞ്ഞവനേ, മണ്ണിൽ താണുവന്നവനേ, എനിക്കായിട്ടല്ലയോ ക്രൂശിൽ ജീവനെ
തന്നതും യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു എൻ്റെ പാപ ഭാരവുമായി. വല്ലഭ ഏകോ രക്ഷയേ, എൻ്റെ പാപ ഭാരവുമായി. വല്ലഭ ഏകോ രക്ഷയേ. ഇന്നത്തെ വായന സങ്കീർത്തനങ്ങൾ 25, ദാവീദിന്റെ സങ്കീർത്തനം. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിതയാകാതിരിക്കട്ടെ. ശത്രുക്കൾ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ. അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശനാകാതിരിക്കട്ടെ. വിശ്വാസവഞ്ചകർ അപമാനമേൽക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങയ്ക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവെ, പണ്ടു മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവെ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിനനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവെ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ? അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും. അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. എൻ്റെ കണ്ണുകൾ സദാ കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും. ദയ തോന്നി എന്നെ കടാക്ഷിക്കണമേ. ഞാൻ ഏകാകിയും പീഡിതയുമാണ്. എൻ്റെ ഹൃദയവ്യഥകൾ ശമിപ്പിക്കണമേ. മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദ ലോർഡ്. മാതാവേ, ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മേ, കരുണയുടെ മാതാവേ, സ്വസ്തി. നിത്യസഹായ മാതാവേ, ഞാൻ അമ്മയുടെ ദാസി, അമ്മയുടെ അടിമ. അമ്മയുടെ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബങ്ങളിൽ എന്നും ഉണ്ടായിരിക്കണമേ. അമ്മയുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ കാത്തുകൊണ്ടിരിക്കുന്നു. വേളാങ്കണ്ണി മാതാവേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. നിത്യസഹായ മാതാവേ, ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ.
നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, എല്ലാവർക്കും ഇന്നത്തെ ദിവസം അങ്ങയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഫാമിലിയെയും ദൂരത്തായിരിക്കുന്ന മക്കളെല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. മാലാഖമാരെ അവരയച്ച് അവർക്ക് തുണയായിരിക്കണമേ. അവരുടെ കൂടെ എന്നും അങ്ങായിരിക്കണമേ. അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ കൊടുക്കണമേ. അവർക്ക് പഠിക്കുവാൻ ബുദ്ധി കൊടുക്കണമേ. നല്ല മനസ്സ് കൊടുക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരുങ്ങുവാൻ അവരനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുവാൻ തന്ന സമയത്തെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.